നമസ്കാരം. പെരുവമ്മഴി പാലം കടന്ന് എത്തുന്നത് ശിവലി ജംഗ്ഷനിലേക്കാണ്. ഒരു നാട്ടുപ്രദേശമായ ഇവിടെ എന്തും കിട്ടുമെന്നത് വലിയൊരു സവിശേഷത തന്നെയാണ്. പെട്രോൾ പമ്പുണ്ട്, ഫർണിച്ചർ ഷോപ്പുണ്ട്, സിമൻറ്റ് ഷോപ്പുകൾ ഇവിടെയുണ്ട്, IT സൊല്യൂഷൻ ഷോപ്പുകളുണ്ട്. ഇതെല്ലാം ഒരു 500 മീറ്റർ ചുറ്റളവിൽ എല്ലാം നമുക്ക് ലഭിക്കും. മനുഷ്യന് ആവശ്യമുള്ള കുടുംബജീവിതത്തിന് ഉതകുന്ന എന്തും ഈ 500 മീറ്റർ ചുറ്റളവിൽ കിട്ടുമെന്നത് ഒരുമനയുടെ തന്നെ, ശിവലിയുടെ തന്നെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഇതുപോലെ ഉള്ള മറ്റൊരു സ്ഥലം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ തന്നെ സംശയമാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായി വരിക എന്നതാണ് ഒരു നാടിൻ്റെ തന്നെ പ്രത്യേകത. ഇവിടെ ബാങ്കുണ്ട്, സർവീസ് സഹകരണ ബാങ്കും അതുപോലെ തന്നെ സെൻറ്റ് മേരീസ് കളക്ഷൻസ് എന്ന മനോഹരമായൊരു തുണിക്കടയും ഈ ഒരുമന ശിവലി ജംഗ്ഷനിൽ തന്നെയുണ്ട്. എല്ലാ സ്ഥാപനങ്ങളുമുള്ള ഇതുപോലൊരു സ്ഥലം കേരളത്തിൽ എവിടെയും ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്നതാണ്. ഒരു ഇൻഷുറൻസ് പോർട്ടൽ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് ന്യൂജൻ തലമുറയെ അവരുടെ അഭിരുചിക്കൊത്ത് അണിയിച്ചൊരുക്കുന്ന അജിത് ഫെയർ എന്ന ബ്യൂട്ടി ഷോപ്പും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. എറണാകുളം ജില്ലയിൽ വളരെ പേര് കേട്ട ഒരു സ്ഥാപനമാണിത്. വളരെയേറെ വിശ്വാസ്യതയോടെ സ്വർണ്ണപ്പണി ചെയ്തു കൊടുക്കുന്ന റിച്ചു ജുവലറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മലഞ്ചരക്ക് വ്യാപാരം, തൊട്ടടുത്ത് തന്നെ ഫാഷൻ സ്റ്റിച്ചിങ് സെൻറ്റർ, BSNL ഓഫീസും അക്ഷയ സെൻറ്റർ, തൊട്ടപ്പുറത്ത് സിമി ബേക്കറിയും മെഡിക്കൽ സ്റ്റോറും. ഇത് തൊട്ടടുത്ത് തന്നെയാണ് YMI ലൈബ്രറി. 1947 മുതലാണ് YMI ലൈബ്രറി പ്രവർത്തിച്ച് തുടങ്ങിയത്. 18ഓളം വണ്ടികളുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡ് ശിവലിയിലുണ്ട്. പറമ്പ്രക്കാട്, ഗാന്ധിനഗർ, കൊടികുത്തിമല ഭാഗങ്ങളിലെ ആളുകളുടെ ആശ്രയം ഈ ഓട്ടോ സ്റ്റാൻഡ് തന്നെയാണ്. ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന് മാവേലി സ്റ്റോറും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു കൊപ്രയാട്ട് മില്ലുണ്ട്, അതുപോലെ തന്നെ പൊടിമില്ലും ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു നല്ലൊരു ഇലക്ട്രിക്കൽ ഷോപ്പും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഊരമ്മനയിലെ ഓരോരുത്തർക്കും അക്ഷര വെളിച്ചം പകർന്നു നൽകിയ സ്കൂളാണ് ഈ കാണുന്നത്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. എന്തും ഈ ശിവലി കിട്ടും. എന്നാൽ നല്ലൊരു ഹോട്ടൽ ഇല്ല എന്നുള്ളൊരു പോരായ്മയും ശിവലിക്കുണ്ട്. ബസ് സർവീസും നാമമാത്രമാണ്. കുറേ കാലത്തെ സമരത്തിലൂടെ മദ്യനിരോധനം ഉത്തരവ് കോടതി മുഖാന്തരം നേടിയ ഒരു നാടാണ്. അതുകൊണ്ട് മദ്യമൊന്നും ഇവിടെ കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. മൃഗാശുപത്രിയും 2 റേഷൻ കടകളും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ നിറവേറ്റുന്ന ശിവലി പോലൊരു നാട് കേരളത്തിൽ എവിടെ ഉണ്ട്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ.